ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ എടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയില്ലേ, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പ് പൊടിയിൽ എല്ലാ സൈഡിലും ഒരുപോലെ ആവാനിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ പൊടി നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് നോക്കാം. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു ചൂടായി വെള്ളത്തിനുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതേപോലെ കേട്ടോ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ കുഴച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഈ ടൈമിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എപ്പോഴും പൂരിയാണെങ്കിലും അതുപോലെ തന്നെ ചപ്പാത്തിക്കാണെങ്കിലും നമ്മുടെ കുഴ നന്നായാലാണ് ഇതൊക്കെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും വരുള്ളൂ. അപ്പോൾ പരമാവധി നന്നായിട്ട് ഇതിനെ കുഴയ്ക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് അത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അതിന് ശേഷം ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഒന്നില്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റ് വെച്ചിട്ടോ ഒരു മൂടി വെച്ചിട്ടോ അത് അടച്ച് വെക്കുക. ഞാൻ ജസ്റ്റ് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് 10 മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് കേട്ടോ. 2 മിനിറ്റും കൂടി ഇതേപോലെ കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോളുകളാക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബോളിൻ്റെ വലുപ്പത്തിലാണ് എല്ലാ ബോളുകളും ആക്കി വെക്കണത്. ഇതിപ്പോൾ ചപ്പാത്തി മാവിൻ്റെ ബോളാകുമ്പോൾ നമ്മൾ ഒന്നും കൂടി വലുപ്പത്തിൽ ഓരോ ബോളാക്കി എടുക്കും. പൂരി ആകുമ്പോൾ ഒന്നും കൂടി ചെറുതായിട്ടാണ് ഓരോ ബോളാക്കി എടുക്കുക. പിന്നെ അതുപോലെ തന്നെ പരത്തുമ്പോഴും ശ്രദ്ധിക്കണം. പരത്തുമ്പോൾ നമ്മൾ നല്ലപോലെ ചപ്പാത്തിയുടെ പോലെ ഇങ്ങനെ പരത്തി എടുക്കാൻ പാടില്ല. പൂരിക്ക് എപ്പോഴും ഒരു ചെറിയൊരു റൗണ്ടിൽ ആകുമ്പോഴേക്കും പരത്തൽ നിർത്തണം കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പൂരിക്ക് വേണ്ടിയിട്ട് പരത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ചപ്പാത്തി ആകുമ്പോൾ നല്ലപോലെ പരത്തിയെടുക്കില്ലേ, അത്ര വലുപ്പത്തിൽ എടുക്കണില്ല. അപ്പം ഇതേപോലെ എല്ലാം പരത്താം കേട്ടോ. അപ്പോൾ നമുക്കിനി പൂരി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൂരി ഉണ്ടാക്കാനുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂരി പൊന്തി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അത് വീർക്കില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഓയിൽ കണ്ടില്ലേ, ഇതേപോലെ ഈ പൂരിയുടെ മുകളിലേക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ. 2 സൈഡും ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ആ സൈഡാണ്, ഈ സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സൈഡും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇതേപോലെ ബാക്കി എല്ലാ പൂരിയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പൂരിക്ക് ഈ ഓയിലിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് പൊന്തി വരുമ്പോൾ നമ്മൾ ഓയിൽ ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഈ പൂരിയുടെ മുകളിലേക്ക്. അപ്പോൾ നല്ലപോലെ വീർത്ത് വരും. ശരിക്കും പൂരി ഇതേപോലെ വീർത്ത് വരണം കേട്ടോ. അതാണ് ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളോ. ഇതേപോലെ വീർത്ത് വരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി, അപ്പോൾ വീർത്ത് വരും കേട്ടോ. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പൂരി ഇങ്ങനെ വീർക്കാണ്ട് ഇങ്ങനെ പപ്പടം പോലെ നിൽക്കില്ലേ,
അത് ഭയങ്കര ഇഷ്ടം എനിക്ക്. പക്ഷേ ഞാനത് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി തരണം നമ്മളൊക്കെ പറയുമ്പോൾ അമ്മ പറയും അതല്ല അങ്ങനെയല്ല കഴിക്കുന്നത്, പൂരി എപ്പോഴും ഇങ്ങനെ വീർത്ത് വരുന്നത് അതാണ് ശരിക്കുള്ള പൂരി. പക്ഷേ എന്താ ചെയ്യുക, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള എല്ലാ പൂരിയും ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കണം. നേരത്തെ പറഞ്ഞ പോലെ വീർത്ത് വരുന്നില്ല, ഇതുപോലെ പപ്പടം പോലെയാണ് വരുന്നതെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. ഇത് അതിൻ്റെ ട്രിക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നത് മസാലക്കറി തന്നെയാണ്. അതുപോലെ തന്നെ ചന മസാലയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.